കറി കണ്ടിട്ട് എനിക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. Guys, this is our മാമ്പഴ പുളിശ്ശേരി. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ടിരുന്നപ്പം ഞാനൊരു മാങ്ങ കണ്ടു. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ മാമ്പഴ പുളിശ്ശേരി. ഭാഗ്യത്തിന് പറയാൻ ഗൈസ്, മേക്കിംഗ് ദിസ് മാമ്പഴ പുളിശ്ശേരി ഈസ് സോ സിമ്പിൾ. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. മെയിനായിട്ട് ഈ ശർക്കര എന്താണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. കുറച്ച് തൈര്, മാംഗോ, പിന്നെ തേങ്ങ, കറിവേപ്പില ആൻഡ് ഉണക്കമുളക്, പിന്നെ നെയ്യ്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത്. സോ ഞാൻ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ട് ഈ ശർക്കര പാനിയും കൂടെ അതിലൊഴിച്ച് കൊടുക്കുക. അതിലൊഴിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. നമ്മൾ നേരത്തെ മാങ്ങയും ശർക്കര പാനിയും കൂടി ഇട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. സോ ഇത് കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെ വരുന്ന എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസസും ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാങ്ങയുടെ ഫ്ലേവർ കൂടാനായിട്ട്. ഗൈസ്, ഇപ്പൊ നല്ല നെയ്യിന്റെ മണം വരുന്നുണ്ട്. നല്ല മണം, നല്ല രസമുണ്ട്. അപ്പോഴേ അരച്ച് വെച്ച ഈ ഒരു തേങ്ങയും തൈരും കൂടിയിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഭയങ്കര തരിതരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ അത്ര സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് മതി എല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഒരു കാര്യം മറന്നുപോയി. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഒരു അര സ്പൂണൊന്നും വേണ്ട, എന്നാലും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേണമായിരുന്നു അരയ്ക്കാൻ. ഞാൻ അത് മറന്നുപോയി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ടി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ തേങ്ങ ഇട്ടിട്ട് വെള്ളം ഇട്ട് അരയ്ക്കുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കറിയിൽ ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി അടച്ചു വെക്കാം. സോ ഗൈസ്, അപ്പോൾ അടുത്ത പണിയൊന്നുമില്ല, താളിക്കുക. ഞാൻ ചെറിയ ചീഞ്ചട്ടിയാണ് നോക്കിയത്, പക്ഷെ തപ്പി അത് കണ്ടില്ല. അപ്പോൾ ഞാൻ ഇതെന്നെ എടുത്തു വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. എണ്ണ ഇട്ടിട്ടും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നെയ്യാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് കടുക് എടുക്കാം. കടുകൊക്കെ എടുത്തിട്ട് ഒന്ന് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അപ്പോഴേ എടുത്ത് വെച്ച വറമുളകൊക്കെ ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി, എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കറിവേപ്പില അതും കൂടെ ഇട്ട് അടച്ച് വയ്ക്കാം. അപ്പം ഈ കറിവേപ്പിലേൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. അപ്പം ഞാനും എങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാം.